അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇഞ്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വീട്ടിലുണ്ടെങ്കിൽ രോഗങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ളൊരവസ്ഥയാണ്. കാരണം രോഗങ്ങൾക്ക് വിട. ഏത് രോഗത്തിനും നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ കേട്ടോ, അല്ലാതെ മാരകമായ രോഗങ്ങളല്ല. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ വയറിനുള്ള അസ്വസ്ഥത, ശോധന, മലബന്ധം, അങ്ങനെയൊക്കെയുള്ള എല്ലാ രോഗത്തിനും ഭക്ഷണം കഴിച്ച് നമ്മൾ ബിരിയാണി അങ്ങനെയുള്ള ഒത്തിരി ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും, ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വയറിനകത്തൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നമുക്ക് ശമനം കിട്ടാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിന് വിട പറയാം. കാരണം പെട്ടെന്ന് മാറും. പെട്ടെന്ന് എന്ത് അസ്വസ്ഥത വന്നാലും ഇഞ്ചി നല്ലതുപോലെ ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞൊരു പാത്രത്തിനകത്ത് വെക്കുക കേട്ടോ. വെച്ച് ഒത്തിരി നേരം അങ്ങ് വെക്കേണ്ട. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അടിയിലേക്ക് ഒരു വെള്ളപ്പൊടി പോലത്തെ ഒരു സാധനം ഊറി അങ്ങ് വരും കേട്ടോ. ആ ഊറി വരുന്ന സമയത്ത് അതിൻ്റെ തെളി അങ്ങ് ഊറ്റിയെടുത്ത് അതിനകത്ത് ചെറിയതായിട്ട് ഇന്തുപ്പുണ്ടെങ്കിൽ ഇന്തുപ്പ് ചേർക്കാം. എന്നിട്ടത് പിന്നെ നല്ല കടുത്ത വയറുവേദനയാണെങ്കിൽ അതിനകത്ത് ഒരു തുള്ളി നാരങ്ങ നീര്, വയറിളക്കമാണെങ്കിൽ കേട്ടോ, വയറിളക്കവും വയറുവേദനയൊക്കെ ആയിട്ട് കുത്തി ഒരു വയറ് നോവുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർക്കേണ്ട ഈ ഇഞ്ചി നീര് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം അതിനകത്ത് ചെറിയ നേരിയ ഉപ്പിടുക. ഇന്തുപ്പുണ്ടെങ്കിൽ ഇന്തുപ്പിടുന്നത് നല്ലതാണ്, അതിടുക. എന്നിട്ട് നാരങ്ങയുടെ 2-3 തുള്ളി ഡ്രോപ്സ് ആയിട്ട് ഒഴിക്കുക. എന്നിട്ട് കൊച്ചു പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതങ്ങ് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ വയറിനകത്ത് നല്ല സുഖവും നല്ല സമാധാനവും കിട്ടും. അപ്പോൾ ഇഞ്ചിയുടെ ഗുണങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇഞ്ചി നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ കറികൾക്കും ഉപയോഗിക്കുന്നുണ്ടല്ലേ. മീൻ കറി, ഇറച്ചിക്കറി, സാമ്പാർ, ഇതിലൊക്കെ സാമ്പാറിൽ ഇഞ്ചി ഇട്ട് നോക്കിയോ. സാധാരണ ആരും ഇഞ്ചി ഇടാറില്ലല്ലോ. പക്ഷെ സാമ്പാറിൽ ഇഞ്ചി ഇട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്ക് ഗ്യാസ് സംബന്ധമായുള്ള അസുഖങ്ങളുള്ളവരുണ്ടല്ലോ, സാമ്പാറൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾ പറയും പരിപ്പിട്ട സാമ്പാർ കൂട്ടത്തില്ല എന്നൊക്കെ, പച്ചക്കായ ഇട്ട സാമ്പാർ കൂട്ടത്തില്ല. പക്ഷേ ഇതെല്ലാം ഇട്ട് നമുക്ക് കൂട്ടാം. കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരു ഇഞ്ചി ചതച്ചിടണം, അരിഞ്ഞിടരുത്. നല്ലതുപോലെ ചതച്ച് പരിപ്പ് വേവിക്കുന്നതിനകത്ത് കായവും പരിപ്പും പച്ചമുളകും തക്കാളിയും വേപ്പിലയും കൂടി ഇട്ട് പരിപ്പ് വേവിക്കുക. അതിനകത്ത് ഇഞ്ചി നല്ലതുപോലെ ചതച്ചിട്ടിട്ടൊന്ന് വേവിച്ച് നിങ്ങൾ ആ സാമ്പാറൊന്ന് കൂട്ടി നോക്കി. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്ത് വയറിനകത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പ്രതിവിധിയാണ് കേട്ടോ ഇഞ്ചി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ചില ആളുകൾക്കുണ്ടല്ലോ, ഈ അലർജി സംബന്ധമായ, അങ്ങനെയുള്ളവർ നിത്യമായിട്ട് ഇഞ്ചി ചതച്ചിട്ട വെള്ളം ഒരു ദിവസം ഡെയിലി രാവിലെ വെറും വയറ്റിൽ കുടിച്ചോ, നിങ്ങളുടെ ജലദോഷം, തുമ്മൽ, അലർജി രോഗങ്ങൾക്കൊക്കെ വിടാം. നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്ത് നോക്കൂ. ഇഞ്ചി സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു വസ്തുവാണ് ഇഞ്ചി. അതായത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒത്തിരി ഡെയിലി യൂസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രോബ്ലം കാണും. പക്ഷേ ഇഞ്ചി നിങ്ങൾ നിത്യം ഉപയോഗിച്ചോ ഒരു കുഴപ്പമില്ല. ഇഞ്ചി കഴിക്കുന്തോറും നമ്മുടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതയും ജലദോഷവും, തുമ്മൽ, അലർജി, അങ്ങനെയുള്ള എല്ലാത്തിനും അത് വേണ്ട. അങ്ങനെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചായ വയ്ക്കുമ്പോൾ ചായക്കകത്ത് ഒരു കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചിട്ട് ചായ വെച്ച് കുടിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നല്ല എനർജിയും ഉന്മേഷവും എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കുക. ഇഞ്ചി കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ അച്ചാർ, ഈ പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ഒരു അച്ചാർ ഒത്തിരി അങ്ങ് കഴിക്കേണ്ട കേട്ടോ. പക്ഷേ അതിനകത്ത് ഉപ്പ് നമ്മളധികം ചേർക്കാതെയും ഓയിലൊന്നും അധികം ചേർക്കാതെ ഇഞ്ചി അച്ചാർ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്ക്. അല്ലെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, കുക്കുംബർ, ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് നേരിയ ഉപ്പിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കൊളസ്ട്രോൾ അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഇടരുത്, നേരിയ ഉപ്പ്, നമ്മൾ സാധാരണ കഴിക്കാൻ പറ്റിയ ഉപ്പ്. എന്നിട്ട് അതിലത്തെ ആ കഷ്ണം ഇഞ്ചി ആണെങ്കിലും കുക്കുംബറാണെങ്കിലും വായനകത്തിട്ട് ചവച്ച് തിന്നുവാണെങ്കിൽ നമുക്ക് നല്ല വയറിന് നല്ല സുഖം കിട്ടും. ഇതൊക്കെ നിങ്ങൾ നിത്യം ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഞാൻ ഒരു ഡോക്ടറോ വൈദ്യരോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ
അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അതായത് ഞാൻ ഇതെല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ഒരു ഇത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയണത്. അല്ലാതെ ഞാൻ ഒരു വൈദ്യശാസ്ത്രത്തിൽ പണ്ഡിതനോ അതേപോലെ ഇതൊക്കെ എനിക്ക് ഒത്തിരി അറിവുള്ള ഒന്നുമല്ല കേട്ടോ. ഞാൻ എനിക്കറിവുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഇതൊന്നും ഡേഞ്ചർ ഇല്ലാത്ത സാധനങ്ങളാണ്, അപകടങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. അപ്പം നമ്മൾ ചില ആളുകളുടെ വീട്ടിലൊക്കെ ഇത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ഇതൊക്കെ ഒത്തിരി അങ്ങ് പിടിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഞാനത് പോയി കിള്ളിയെടുക്കാറുണ്ട്. അതിൻ്റെ തൂമ്പ് ഇല ഈ ഇഞ്ചി ഇങ്ങനെ മുളച്ച് വരുമ്പോൾ ഒത്തിരി അങ്ങ് വലുതായി കഴിഞ്ഞാൽ, അങ്ങനെ വലുതായി വരുമ്പോൾ അതിൻ്റെ നടുക്കിൽ ചെറിയൊരു കൂമ്പ് പോലത്തെ ഒരു സാധനം വരുവേ. അത് കൂമ്പ് പോലത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഇല വരില്ലേ, പിന്നെ കൂമ്പ് പെട്ടെന്ന് കിളുത്ത് വരില്ലേ. ആ കിളുത്ത് വരുന്ന സാധനം നമ്മൾ കിള്ളിയെടുത്ത് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു ആശ്വാസം കേട്ടോ വെള്ളത്തിന്. ആ വെള്ളം നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവും ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറയുന്നത്. ഏത് രോഗത്തിനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും, രക്തത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും, ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും, അതേപോലെ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ എല്ലാത്തിനും ഒരു പ്രതിവിധിയാട്ടോ ഇഞ്ചി. അതുകൊണ്ട് ഇഞ്ചി നിങ്ങൾ ഇതുപോലെയൊക്കെ ഉപയോഗിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇഞ്ചി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇഞ്ചിയുടെ ഗുണങ്ങൾ ഇപ്പോൾ ഒരുവിധമൊക്കെ കുറച്ചൊക്കെ മനസ്സിലായില്ല, എല്ലാവർക്കും അറിയുന്നവരായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.